ഈ സ്വതന്ത്രന്മാരും മറ്റ് കക്ഷികളും ഒക്കെ എത്ര വീതം ജയിക്കുന്നു എന്ന് നമുക്കറിയില്ല. അവർ ജയിച്ച് വന്നിട്ട് ഇനി അവരാരെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെയുള്ള അല്ലാതെ ആഴ്ചയിൽ 100 സീറ്റ് എന്നൊക്കെ പറയാം. ഞാൻ വേറൊരു കാര്യം പറയും, ഇവിടെ എപ്പോഴും 24 മണിക്കൂറും നമ്മൾ പറയാറുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധാർഷ്ട്യത്തിൻ്റെ ആളാണെന്ന് നിങ്ങൾ പറയാറുണ്ട്, അല്ലേ എന്ന് പറയാറുണ്ട്. നിങ്ങൾ ഇത്രയും നാൾ TV കണ്ടിട്ടുള്ള ആളാണെങ്കിൽ, മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ആളാണെങ്കിൽ എനിക്ക് പറയണം, ഇയാളെക്കാളും ധാർഷ്ട്യക്കാരനായിരിക്കില്ലേ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അധികാരത്തിൽ വരണമെങ്കിൽ? പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പം തന്നെ ഇയാൾ കാണിക്കുന്ന ബഹളവും കാര്യങ്ങളും, അയാൾ മര്യാദയ്ക്കൊരു വാക്ക് സംസാരിച്ചിട്ടുണ്ട്? രാവിലെ ഇറങ്ങുന്നു, അയാൾ കുളിച്ച് ശുഭ്രവസ്ത്രധാരിയായിട്ട് മേക്കപ്പ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് കാര്യം വന്നാലും പിണറായി വിജയൻ രാജിവെക്കണം. ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് ചെയ്തതെന്നാണ് നിങ്ങൾ പറയണത്? ഇവിടുത്തെ തൊഴിലില്ലായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യവുമായിട്ട് അവർ സമരത്തിനിറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ സമരം പോലും ഏത് രീതിയിലായി മാറിയിരിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു സമരത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് എല്ലാം ഇന്ന് സമരത്തിലാണെന്ന് പറയും. പാവപ്പെട്ട ആർക്കും ആരെ അറിഞ്ഞൂടാത്തതായിട്ടുള്ള ആളുകൾ, ഒരു കൂട്ടം ആളുകൾ ചെന്ന് പോലീസിൻ്റെ അടി വാങ്ങിച്ച് മണ്ടയും പൊളന്ന് 2 ദിവസം സമരം നിൽക്കും. സമരം വിജയിച്ചോ വിജയിച്ചില്ലയോ ആരും അറിയുന്നില്ല. അത് തീർന്നു, ആ സമരം തീർന്നു. ഒരു സമരം ഏറ്റെടുത്ത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് നയിച്ച് വിജയിപ്പിച്ചുകൊണ്ട് വരുന്ന ഏത് സമരമുണ്ട്?